ട്രേഡിങ്ങിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുതാത്തൊരു കാര്യമാണ് ടു കമ്പയർ യുവർ സെൽഫ് വിത്ത് എനിവൺ എൽസ്. ഒരു പോയിൻറ്റും ഇല്ല. ബിക്കോസ് എല്ലാവരുടെയും ട്രേഡിംഗ് ജേർണി ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെയും ട്രേഡിംഗ് ജേർണി യുണീക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡറിൻ്റെ ജേർണി വെച്ചിട്ട് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്തുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല. യു വിൽ നോട്ട് ഇംപ്രൂവ് യുവർ സെൽഫ്. നിങ്ങൾ അവരെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളെ കൊച്ചായിട്ട് കാണാനും നിങ്ങളെവിടെ എത്തുന്നില്ല, നിങ്ങൾ ഒന്നും അച്ചീവ് ചെയ്യുന്നില്ല എന്നുള്ള ഫീലിംഗ് ജനറേറ്റ് ചെയ്യാനല്ലാതെ അവിടെ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? ഇല്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് കമ്പയറിങ് ലുക്ക് ഫോർവേഡ് ടു ബി സമ്മൺ ലൈക്ക് ദം. അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങളെവിടെ എത്തുന്നില്ല എന്ന് അവരുടെ ജേർണി വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. ട്രൈ ടു ഇംപ്രൂവ് യുവർ സെൽഫ്. നിങ്ങളുടെ ട്രേഡിംഗ് ജേർണി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഫോക്കസ്. സോ ഞാൻ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബുക്കിനകത്ത് പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ബെറ്റർ എവറി സിംഗിൾ ഡേ. ഗെറ്റ് ബെറ്റർ 1% എവറി സിംഗിൾ ഡേ ആൻഡ് യുവർ ലൈഫ് വിൽ ചേഞ്ച് ഇൻ എ ഇയർ എന്ന് പറയുന്നുണ്ട്. സോ അതിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ ഇന്നലത്തെ എക്സിക്യൂഷൻ നല്ലതായിരുന്നു, അത് മോശമായിരുന്നെങ്കിൽ എന്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, നല്ല ഹാബിറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ ഇനി ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ ബാഡ് ഹാബിറ്റ്സാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങളുടെ എഡ്ജ് റിഫൈൻ ചെയ്ത് വെച്ചിരിക്കുക. ഓരോ മാർക്കറ്റിലും പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുക, അഡാപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് കമ്പയറിങ് യുവർ സെൽഫ് വിത്ത് സമ്മൺ എൽസ്, യു ഷുഡ് ബി ഫോക്കസിങ് ഓൺ ഇംപ്രൂവിങ് യുവർ സെൽഫ്. അതാണ് നമ്മൾ മെയിനായിട്ടും ചെയ്യേണ്ട കാര്യം. വേറെ എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇന്ന് ഞാനിപ്പോൾ ഒരു ട്രേഡ് എടുത്തു, എനിക്ക് ലോസ് ആണ്. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ട്രേഡർ ആയിട്ടുള്ള ആൾ പുള്ളിയുടെ ട്രേഡ് ഐഡിയ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ടോ ഇട്ടേക്കുക. ഞാനത് കാണുമ്പോഴത്തേനും എനിക്ക് വിഷമമാണ് വരുന്നത്. ഞാനത് എന്തുകൊണ്ട് എടുത്തില്ല, ഞാൻ ട്രേഡ് ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാം. സംടൈംസ് യു വിൽ ഹാവ് എ ബാഡ് ഡേ ഓർ യു വിൽ ഹാവ് എ ബാഡ് വീക്ക്. പക്ഷേ അവരെ വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുമ്പോഴത്തേനും വി വിൽ ബീറ്റ് അവർ സെൽഫ് ഡൗൺ. സോ അങ്ങനെ ചെയ്യുന്നതിന് പകരം just try to improve from your mistakes and keep refining. അത് മാത്രം ചെയ്ത് വെച്ചിരിക്കുക. And remember, even if you sail late, you should focus on sailing the farthest. So അതിന് വേണ്ടിയിട്ടുള്ള ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, just keep going.